ബി.ജെ.പിയെ നേരിടാൻ ഒരുമിച്ച പ്രതിപക്ഷ ചേരിയിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത്. നേതാക്കൾ വ്യത്യസ്ത നിലപാട് പറയുന്നതാണ് പോരിന് ഇടയാക്കിയിരിക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിയും കോൺഗ്രസ് CPM നേതാക്കളും തമ്മിൽ ചേർച്ചയില്ല എന്നത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതിനിടെയാണ് ബീഹാറിൽ നിന്ന് കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാക്കളെയും അമ്പരപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ടേക്കുമെന്നാണ് ആ വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം ചേർന്ന് JDU മത്സരിച്ചേക്കുമെന്നും അഭ്യൂഹമുണ്ട്. മക്കൾ രാഷ്ട്രീയത്തെയും പാരമ്പര്യ രാഷ്ട്രീയത്തെയും വിമർശിച്ച നിതീഷ് കുമാറിന് മറുപടിയുമായി ലാലു പ്രസാദ് യാദവിന്റെ മകൾ രംഗത്തു വന്നു കഴിഞ്ഞു. നേരത്തെ BJPയുമായി സഖ്യത്തിലായിരുന്നു JDU. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് കളം മാറി RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേർന്നത്. ഇതോടെ സീറ്റ് കുറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ സാധിച്ചു. എന്നാൽ ഈ ബന്ധം അധികകാലം നീളില്ലെന്ന് BJP അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിതീഷ് കുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലെത്തുമ്പോൾ നിതീഷ് വിട്ടുനിൽക്കുമെന്നാണ് വിവരം. മാത്രമല്ല, മക്കൾ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ ആരുടെയും പേരെടുത്ത് പറയാതെ നിതീഷ് കുമാർ വിമർശിച്ചതും ചർച്ചയായി. രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാറിലെത്തുന്നത് കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. ഇതിനിടെയാണ് നിതീഷ് കുമാറിന്റെ കളം മാറ്റ സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. JDU കളം മാറിയാൽ ബീഹാറിലെ വിശാല സഖ്യ സർക്കാർ വീഴാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഏറ്റവും വലിയ കക്ഷി ലാലു പ്രസാദ് യാദവിന്റെ RJD ആണ്. BJPയും JDUവും കോൺഗ്രസിനും ഇതിന് താഴെയാണ്. JDU BJPക്ക് കൈകൊടുത്താൽ ഒരു പക്ഷേ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ കളമൊരുങ്ങിയേക്കാം. 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇരുഭാഗത്തിനും ലഭിക്കാത്ത സാഹചര്യവും വരും. ഈ വേളയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിനാണ് സാധ്യതയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നേക്കും. ബീഹാറിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമെന്നും ഉറപ്പാണ്. BJPയെ ദേശീയ തലത്തിൽ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ നിരവധി യോഗങ്ങൾ നടന്നിരുന്നു. ഇതിലെല്ലാം നിതീഷ് പങ്കെടുക്കുകയും ചെയ്തതാണ്. ഒരു തവണ അദ്ദേഹം മുൻകൈയെടുത്ത് പട്നയിൽ യോഗം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത യോഗത്തിൽ നിതീഷ് പങ്കെടുക്കില്ല എന്നും വാർത്തകളുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമുള്ള രാഷ്ട്രീയ മാറ്റം മനസ്സിലാക്കിയാണ് നിതീഷ് മാറി ചിന്തിക്കുന്നത് എന്നും വാർത്തകളുണ്ട്. സഖ്യത്തിൽ നിതീഷ് കുമാറിനെ സുപ്രധാന പദവി ഏൽപ്പിക്കാൻ മുൻപ് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ കൺവീനറാക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. JDU ദീർഘകാലമായി നിതീഷിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നിതീഷ് കൺവീനർ ആകുന്നതോടെ പല പ്രശ്നങ്ങൾക്കും അവസാനം കാണാൻ സഖ്യത്തിന് സാധിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിനിടയിലാണ് നിതീഷ് കളം മാറാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട.